ദി ഹങ്കർ ട്രാവലറിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. നമ്മൾ വഴുതനങ്ങ പല രീതിയിൽ വറുക്കാറുണ്ട്, എണ്ണയിൽ വറുത്തെടുക്കാറുണ്ട്, മീൻ പോലെ പുരട്ടി വെച്ചിട്ട്. പക്ഷേ ഇത് ഇത്തിരി വ്യത്യസ്തമായിട്ടുള്ള മസാലകൾ ചേർത്തിട്ടുള്ള ഒരു വഴുതനങ്ങ ഫ്രൈ ആണ്. ഒരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കല്ലിൽ ഒരു 5 വെളുത്തുള്ളിയും 5 ചെറിയ ഉള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. ഇതിൽ വേറെ നമ്മൾ സബോളയോ അല്ലെങ്കിൽ പച്ചമുളകോ ഒന്നും ചേർക്കുന്നില്ല. ഈ വെളുത്തുള്ളിയും ഉള്ളിയും തന്നെയാണ് ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത്. പിന്നെ ഉള്ളതൊക്കെ മസാലപ്പൊടികളാണ്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ആദ്യം വാട്ടിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വാടി അതിലേക്ക് വയലറ്റ് കളറിലുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ, ചെറുതാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് 6 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള 6 എണ്ണം ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചത് കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് വഴുതനങ്ങ ചേർത്ത ഉടനെ തന്നെ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ മുളക് പൊടിയും, കാശ്മീരി മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ട്. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് പച്ചവഴുതനങ്ങ ഉപയോഗിച്ചിട്ടും ചെയ്യാവുന്നതാണ്. പച്ച നിറത്തിലുള്ള വഴുതനങ്ങയാണ് കൂടുതലും ആൾക്കാർ വാങ്ങിക്കുന്നതായി കണ്ടിട്ടുള്ളത്. അത് വെച്ചിട്ടും ഇതേ രീതിയിൽ തന്നെ നമുക്ക് പ്രിപ്പറേഷൻ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നന്നായിട്ട് പൊടികളൊക്കെ എല്ലാ വഴുതനങ്ങ കഷ്ണങ്ങളിലും പിടിച്ച് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അതിനുശേഷം ഇത് മൂടി വെച്ച് വേവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ലോണം വെന്ത് വരണം, അതിന് വേണ്ടിയിട്ടാണ് മൂടി വെച്ച് വേവിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് 2 മിനിറ്റ് വഴറ്റിയെടുത്താൽ നമ്മളുടെ വഴുതനങ്ങ ഫ്രൈ റെഡിയാവും. അപ്പോൾ ഇത് നമുക്ക് ആദ്യം മൂടി വെച്ച് വേവിച്ചെടുക്കാം. മറ്റൊരു ചെറിയ ചീനച്ചട്ടിയിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നമ്മളുടെ വഴുതനങ്ങ വെന്ത് വരുന്നതിൻ്റെ ഇടയിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് കരിയാതെ തന്നെ വറുത്തെടുക്കണം. അപ്പോൾ ഇതാ നല്ലോണം വറന്ന് വന്നിട്ടുണ്ട്. നമ്മളുടെ ജീരകവും കടുകൊക്കെ നന്നായിട്ട് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. നിങ്ങൾക്ക് മുഴമല്ലി ഉണ്ടെങ്കിൽ അതിട്ടിട്ട് ഇതിൻ്റെ ഒപ്പം ഇട്ടിട്ട് വറുത്തെടുക്കാവുന്നതാണ്. പൊടി ആയതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം ആ ചൂടിൽ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും നേരത്തെ നമ്മൾ വറുത്ത് വെച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊരു 2 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് റോസ്റ്റാക്കി എടുക്കണം. ഈ മസാലയൊക്കെ ഇതിനകത്ത് നന്നായിട്ട് കോട്ട് ചെയ്ത് വരണം. അതുപോലെ തന്നെ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടും വരണം. അപ്പോൾ ഇത് വെന്ത് കുഴഞ്ഞു പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. മാക്സിമം ഒരു നോൺ സ്റ്റിക്ക് പാനിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കുഴഞ്ഞു പോവുകയില്ല. അപ്പോൾ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കാനായിട്ട്. അത് മാത്രമല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു ഫ്ലേവറിലാണ് നമ്മൾ ഈ വഴുതനങ്ങ ഫ്രൈ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ സൈഡിലുള്ള ബെൽ ബട്ടൺ നീക്കി കഴിഞ്ഞാൽ എല്ലാ വീഡിയോസും ഞാൻ പുതിയതിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.